Very good morning to one and all, and warm welcome to our 51st online class. Last module, last chapter ആണ് ഇന്ന് സ്റ്റാർട്ട് ചെയ്യുന്നത്. ചാപ്റ്ററിൻ്റെ പേര് മിസലേനിയസ് എന്നാണ്. അതായത് നമ്മൾ 7 ഡിഫറെൻ്റ് ആയിട്ടുള്ള ടേംസ് GST ആയിട്ട് റിലേറ്റഡ് ആയിട്ടുള്ളതാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ പഠിക്കേണ്ടത്. അത് ഏതൊക്കെയാണ് ഈ 7 ടേംസ് എന്ന് പറയുന്നത്? അക്കൗണ്ട്സ് ആൻഡ് റെക്കോർഡ്സ്, ഡിമാൻഡ്സ് ആൻഡ് റിക്കവറി, ഇൻസ്പെക്ഷൻ, സെർച്ച്, സീസർ ആൻഡ് അറസ്റ്റ്, ഒഫൻസ് ആൻഡ് പെനാൽറ്റീസ്, ഓഡിറ്റ് ബൈ ടാക്സ് അതോറിറ്റീസ്, സ്പെഷ്യൽ ഓഡിറ്റ്, പവർ ഓഫ് CAG ടു കോൾ ഫോർ ഇൻഫോർമേഷൻ. ഇത്രയാണ് 7 ടേംസ് എന്ന് പറയുന്നത്. ഇതിന് ഓരോ ടേംസിനും റിലേറ്റഡ് ആയിട്ടുള്ള സെക്ഷൻ ഉണ്ട്. ഇപ്പോൾ അക്കൗണ്ട്സ് ആൻഡ് റെക്കോർഡ്സ് ആണെങ്കിൽ സെക്ഷൻ 35, ഡിമാൻഡ് ആൻഡ് റിക്കവറി ആണെങ്കിൽ 73, 74, 78 ആൻഡ് 79. അതാണ് ഡിഫറെൻ്റ് ആയിട്ടുള്ള സെക്ഷൻസ്. ഇൻസ്പെക്ഷൻ, സെർച്ച്, സീസർ ആൻഡ് അറസ്റ്റ് ആണെങ്കിൽ സെക്ഷൻ 67, 68, 69 ആണ്. ഒഫൻസ് ആൻഡ് പെനാൽറ്റീസ് എന്ന് പറയുന്നത് സെക്ഷൻ 122 തുടങ്ങി 125 വരെയുള്ള സെക്ഷൻസ് ആണ്. ഓഡിറ്റ് ബൈ ടാക്സ് അതോറിറ്റി ആണെങ്കിൽ സെക്ഷൻ വരുന്നത് 65 ആണ്. സ്പെഷ്യൽ ഓഡിറ്റ് ആണെങ്കിൽ 66. അപ്പോൾ GST ആക്ട് 2017 പ്രകാരമുള്ള ഓരോ സെക്ഷൻസ് ആണ് 7 ടേമിലും നമ്മൾ ഡിസ്കസ് ചെയ്യുകയും അതോടൊപ്പം അത് പഠിച്ചെടുക്കുകയും വേണ്ടത്. ഇന്നത്തെ ക്ലാസ്സിൽ ഞാൻ എല്ലാ സെക്ഷനും പഠിപ്പിക്കുന്നില്ല. 2 ടേം, അതായത് അക്കൗണ്ട്സ് ആൻഡ് റെക്കോർഡ്സും അതുപോലെ തന്നെ ഡിമാൻഡ് ആൻഡ് റിക്കവറി, അതിലുള്ള സെക്ഷൻസ് സെക്ഷൻ 35ഉം സെക്ഷൻ 73ഉം 74ഉം മാത്രമാണ് ഇന്നത്തെ ക്ലാസ്സിൽ ഞാൻ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പം നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അതിൽ ഫസ്റ്റ് സെക്ഷനായിട്ടുള്ള ഫസ്റ്റ് ടേം ആയിട്ടുള്ള അക്കൗണ്ട്സ് ആൻഡ് റെക്കോർഡ്സ് സെക്ഷൻ 35 ആണ് ഞാൻ ആദ്യമായിട്ട് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യല്ലേ. Every registered person shall keep and maintain at his principal place of business, as stated in the certificate of registration, a true and correct account of production or manufacture of goods, inward and outward supply of goods or service or both, stock of goods, input tax credit availed, output tax payable and paid, and other particulars prescribed. അപ്പോൾ എവിടെയാണ് ഈ രജിസ്റ്റേർഡ് പേഴ്സൺ? നമ്മൾ കഴിഞ്ഞ സെഷനുകളിൽ പഠിച്ചിട്ടുണ്ടായിരുന്നു എന്തൊക്കെ റെക്കോർഡ്സ് ആണ് ഫർണിഷ് ചെയ്യേണ്ടത്. ആ ഫർണിഷ് ചെയ്യേണ്ട റെക്കോർഡ്സ് എന്ന് പറയുന്നത് ആ ടാക്സ് പെയർ എന്ത് ചെയ്തിരിക്കണം? മെയിൻറ്റെയിൻ ചെയ്തിരിക്കണം. അപ്പോൾ ഒരു രജിസ്റ്റേർഡ് പേഴ്സൺ എവിടെയാണ് ഈ റെക്കോർഡ്സ് കീപ്പ് ചെയ്യുകയും അതോടൊപ്പം മെയിൻറ്റെയിൻ ചെയ്യേണ്ടത്? എവിടെയാണോ സർട്ടിഫിക്കറ്റ് ഓഫ് രജിസ്ട്രേഷനിൽ പ്രിൻസിപ്പൽ പ്ലേസ് എന്ന് പറയുന്നത്, ആ പ്രിൻസിപ്പൽ പ്ലേസിലാണ് പറയുന്ന എല്ലാ റെക്കോർഡ്സും കീപ്പ് ചെയ്യുകയും അതുപോലെ തന്നെ മെയിൻറ്റെയിൻ ചെയ്യുകയും ചെയ്യേണ്ടത്. ഈ റെക്കോർഡ്സൊക്കെ എങ്ങനെയായിരിക്കണം? ട്രൂ ആൻഡ് കറക്റ്റ് പൊസിഷൻ കാണിക്കുന്ന റെക്കോർഡ്സ് ആയിരിക്കണം കീപ്പ് ചെയ്യേണ്ടത്. അപ്പോൾ ഇവിടെ എന്തൊക്കെ റെക്കോർഡ്സ് ആണ് പറയുന്നത്? പ്രൊഡക്ഷൻ ഓർ മാനുഫാക്ചർ ഓഫ് ഗുഡ്സ്, ഇൻവേർഡ് ഔട്ട്വേർഡ് സപ്ലൈ ഉണ്ടെങ്കിൽ അത് ഗുഡ്സ് ആയാലും സർവീസ് ആയാലും ആ റെക്കോർഡ്സ് മെയിൻറ്റെയിൻ ചെയ്യണം. സ്റ്റോക്ക് ഓഫ് ഗുഡ്സ്, ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് അവൈൽഡ്, ഔട്ട് ടാക്സ് പേയബിളും പെയ്ഡും നമ്മൾ മെയിൻറ്റെയിൻ ചെയ്തിരിക്കണം. ഇനി വേറെ ഏതെങ്കിലും ഡീറ്റെയിൽസ് റെക്കോർഡ് ചെയ്യാനായിട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഡീറ്റെയിൽസും ആ ഒരു പ്രിസ്ക്രൈബ്ഡ് ഫോമിൽ തന്നെ പ്രിസ്ക്രൈബ്ഡ് ഡീറ്റെയിൽസ് റെക്കോർഡ് ചെയ്യുകയും അതോടൊപ്പം അത് മെയിൻറ്റെയിൻ ചെയ്യുകയും വേണം. ക്ലിയർ? Where more than one place of business is specified in the certificate of registration, the accounts relating to each place of business shall be kept at such place of business. ഇനി രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റിൽ ഒന്നിൽ കൂടുതൽ പ്ലേസുകൾ നമ്മൾ നോട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ, അതായത് സ്പെസിഫൈഡ് ബിസിനസ് ഉള്ള ഡിഫറെൻ്റ് ആയിട്ടുള്ള ലൊക്കേഷൻസ് നമ്മൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ലൊക്കേഷനുകളിൽ ആ സ്ഥലങ്ങളിൽ നടന്നിട്ടുള്ള ഈ പറയുന്ന എല്ലാ ഡീറ്റെയിൽസും, അതായത് പ്രൊഡക്ഷനോ മാനുഫാക്ചറോ ഇൻവേർഡ് ഔട്ട്വേർഡ് സപ്ലൈ ഓഫ് ഗുഡ്സ് അല്ലെങ്കിൽ സർവീസ് ഉണ്ടെങ്കിൽ സ്റ്റോക്ക് ഓഫ് ഗുഡ്സ്, ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ്, ആ പറയുന്ന എല്ലാ ഡീറ്റെയിൽസും എന്ത് ചെയ്തിരിക്കണം? ഈ പറയുന്ന സ്ഥലങ്ങളിലാണ് മെയിൻറ്റെയിൻ ചെയ്യേണ്ടത്. പക്ഷേ ആ ലൊക്കേഷൻ എന്ന് പറയുന്നത് എവിടെ നോട്ട് ചെയ്തിരിക്കണം? സർട്ടിഫിക്കറ്റ് ഓഫ് രജിസ്ട്രേഷനിൽ നോട്ട് ചെയ്തിരിക്കണം. The registered person may keep and maintain such accounts and other particulars in electronic form in the prescribed manner. രജിസ്ട്രേഷൻ ചെയ്തിട്ടുള്ള എല്ലാ രജിസ്റ്റേർഡ് പേഴ്സൺസും ഈ റെക്കോർഡ്സ് എങ്ങനെയാണ് മെയിൻറ്റെയിൻ ചെയ്യേണ്ടത്? ഇലക്ട്രോണിക്കലായിട്ട് മെയിൻറ്റെയിൻ ചെയ്യണം. അത് GST ആക്ട് 2017 പറയുന്ന പ്രിസ്ക്രൈബ്ഡ് മാനറിൽ തന്നെ എന്ത് ചെയ്യേണ്ടതുണ്ട്? അത് മെയിൻറ്റെയിൻ ചെയ്യേണ്ടതുണ്ട്. Second one, every owner or operator of warehouse or godown or any other place used for storage of goods and every
transporter shall maintain records of the consignor, consignee and other relevant details of the goods. ഇവിടെ പറയുന്നത് രജിസ്റ്റേർഡ് പേഴ്സൺ എന്ന് പറയുന്നത് ഒരു ഓണറോ അല്ലെങ്കിൽ ഒരു വെയർ ഹൗസിൻ്റെ ഓപ്പറേറ്ററോ, ഒരു ഗോഡൗൺ ആയിരിക്കാം, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സ്റ്റോറേജ് മെയിൻറ്റെയിൻ ചെയ്യുന്ന ഒരു ഓണർ ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഓപ്പറേറ്റർ ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഗോഡൗൺ കീപ്പർ ആയിക്കോട്ടെ, അവരെന്ത് ചെയ്തിരിക്കണം? ഈ ട്രാൻസ്പോർട്ടേഷൻ്റെ എല്ലാ ഡീറ്റെയിൽസും മെയിൻറ്റെയിൻ ചെയ്തിരിക്കണം. അതായത് കൺസൈനർ, കൺസൈനി, അതുപോലെ തന്നെ ഏതൊക്കെ ഗുഡ്സാണ്, എന്നാണ്, എവിടേക്കാണ് ട്രാൻസ്പോർട്ട് ചെയ്യുന്നത് എന്ന് പറയുന്ന ഡീറ്റെയിൽസ് ആരും മെയിൻറ്റെയിൻ ചെയ്തിരിക്കണം? ഒരു വെയർ ഹൗസോ അല്ലെങ്കിൽ ഒരു ഗോഡൗൺ കീപ്പറോ അല്ലെങ്കിൽ ഗുഡ്സ് സ്റ്റോറേജ് ചെയ്യുന്ന ഏതെങ്കിലും ഒരു ഓണറോ അല്ലെങ്കിൽ ഓപ്പറേറ്ററോ ആണെങ്കിൽ അവർ മെയിൻറ്റെയിൻ ചെയ്തിരിക്കണം. ക്ലിയർ? The commissioner may notify a class of taxable person to maintain additional accounts or documents for such a purpose as may be prescribed. അതോടൊപ്പം തന്നെ ഒരു കമ്മീഷണർ അദ്ദേഹം നോട്ടിഫൈ ചെയ്യുന്ന ഒരു ടാക്സബിൾ പേഴ്സൺ ആണെങ്കിൽ നേരത്തെ പറഞ്ഞതിന് പുറമെ മെയിൻറ്റെയിൻ അഡീഷണൽ അക്കൗണ്ട്സ് ഓർ ഡോക്യുമെൻറ്റ്സ്, നേരത്തെ പറഞ്ഞ പ്രിസ്ക്രൈബ്ഡ് ഡോക്യുമെൻറ്റ്സ് മാത്രമല്ല അഡീഷണൽ ആയിട്ടുള്ള ഡോക്യുമെൻറ്റ്സും അക്കൗണ്ട്സും ആര് ചെയ്തിരിക്കണം? ആ സ്പെസിഫൈഡ് പർപ്പസിന് വേണ്ടിയിട്ട് മെയിൻറ്റെയിൻ ചെയ്തിരിക്കണം. Where the commissioner considers that any class of taxable person is not in a position to keep and maintain accounts in accordance with the provisions, he may, for reasons to be recorded in writing, permit such class of taxable person to maintain accounts in the prescribed manner. ഇനൊരു കമ്മീഷണർ കൺസിഡറേഷൻ കൊടുക്കുകയാണ്. ഏതെങ്കിലും ഒരു ക്ലാസ് ഓഫ് ടാക്സബിൾ പേഴ്സണിന് ഈ ബുക്സ്, റെക്കോർഡ്സ് മെയിൻറ്റെയിൻ ചെയ്യാനും കീപ്പ് ചെയ്യാനും സാധിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന് ഫോർ റീസൺസ് ടു ബി റെക്കോർഡഡ് ഇൻ റൈറ്റിങ്ങിൽ എന്ത് ചെയ്തിരിക്കണം? എന്തുകൊണ്ടാണ് ആ പൊസിഷൻ റെക്കോർഡ്സ് മെയിൻറ്റെയിൻ ചെയ്യാനുള്ള ഒരു പൊസിഷൻ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റാത്തത്, അത് റൈറ്റിങ്ങിൽ റെക്കോർഡ് ചെയ്തിരിക്കണം. അതുപോലെ തന്നെ പെർമിറ്റ് സച്ച് ക്ലാസ് ഓഫ് ടാക്സബിൾ പേഴ്സൺ ടു മെയിൻറ്റെയിൻ അക്കൗണ്ട്സ് ഇൻ ദ പ്രിസ്ക്രൈബ്ഡ് മാനർ. അപ്പം നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ള ആൾക്കാർ ഇലക്ട്രോണിക്കൽ ഫോർമാറ്റിലാണ് പ്രിസ്ക്രൈബ്ഡ് മാനറിൽ ബുക്സ് ആൻഡ് റെക്കോർഡ്സ് കീപ്പ് ചെയ്യുകയും മെയിൻറ്റെയിൻ ചെയ്യുകയും ചെയ്യുന്നത്. ഇവിടെ കമ്മീഷണറുടെ സ്പെഷ്യൽ കൺസിഡറേഷൻ ഉള്ള ടാക്സബിൾ പേഴ്സൺ ആണ്. അവർക്ക് ബുക്ക് മെയിൻറ്റെയിൻ ചെയ്യാനും റെക്കോർഡ് ചെയ്യാനും സാധിക്കാത്തൊരു സിറ്റുവേഷൻ ആണെങ്കിൽ ആ റീസൺസ് റെക്കോർഡിക്കലായിട്ട് റിട്ടൺ ആയിട്ട് തന്നെ സ്പെസിഫൈ ചെയ്യുകയാണെങ്കിൽ എന്തിന് പെർമിഷൻ കൊടുക്കാവുന്നതാണ്? അവർക്ക് പ്രിസ്ക്രൈബ്ഡ് മാനറിൽ എങ്ങനെയാണോ അവർക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റാവുന്നത് അത് കമ്മീഷണർ പറയുന്ന തരത്തിൽ എന്ത് ചെയ്യാം? മെയിൻറ്റെയിൻ ചെയ്യാവുന്നതാണ്. Every registered person whose turnover during a financial year exceeds the prescribed limit shall get his accounts audited by a chartered accountant or cost accountant and shall submit a copy of the audited annual accounts for reconciliation statement and other prescribed documents. ഒരു രജിസ്റ്റേർഡ് പേഴ്സൺ നമ്മൾ അഗ്രഗേറ്റ് ടേൺ ഓവറിൻ്റെ ത്രഷോൾഡ് ലിമിറ്റ് പറഞ്ഞിരുന്നു. അതിനേക്കാൾ എക്സീഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവരെന്ത് ചെയ്തിരിക്കണം? എല്ലാ അക്കൗണ്ട്സും ചാർട്ടേഡ് അക്കൗണ്ടൻറ്റ് അല്ലെങ്കിൽ കോസ്റ്റ് അക്കൗണ്ടൻറ്റ് ഓഡിറ്റ് നടത്തുകയും എന്തൊക്കെയാണ് അവർ സബ്മിറ്റ് ചെയ്യേണ്ടത്? ഒരു ഓഡിറ്റഡ് ആനുവൽ അക്കൗണ്ട്സും റീകൺസിലിയേഷൻ സ്റ്റേറ്റ്മെൻറ്റും അതുപോലെ തന്നെ GST ആക്ട് പ്രകാരം പറഞ്ഞിട്ടുള്ള പ്രിസ്ക്രൈബ്ഡ് ഡോക്യുമെൻറ്റ്സും സബ്മിറ്റ് ചെയ്തിരിക്കണം. Where the registered person fails to keep accounts for the goods or service or both in the prescribed manner, the proper officer shall determine the amount of tax payable on the goods or service or both that are not accounted for, as if such goods or service or both has been supplied by such a person, and the provisions of the section 73-74 of the Act shall apply for the determination of the tax. ഒരു രജിസ്റ്റേർഡ് പേഴ്സൺ പ്രോപ്പറായിട്ട് ബുക്സ് ഓഫ് അക്കൗണ്ട്സ് റെക്കോർഡ് ചെയ്യാതിരിക്കുകയും അതുപോലെ തന്നെ അതിൻ്റെ മെയിൻ്റനൻസ് എന്ന് പറയുന്നത് ഗുഡ്സ് ആയിക്കോട്ടെ സർവീസ് ആയിക്കോട്ടെ അതിനോട് സപ്ലൈ ചെയ്യുന്നതിനോട് റിലേറ്റഡ് ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്തിട്ടില്ലെങ്കിൽ ആ പ്രോപ്പർ ഓഫീസർക്ക് എന്ത് ഡിറ്റർമിൻ ചെയ്യാനായിട്ട് സാധിക്കും? എത്ര രൂപയാണോ ടാക്സ് കൊടുക്കേണ്ടത്, ആ രജിസ്റ്റേർഡ് പേഴ്സൺ കൊടുക്കേണ്ട ടാക്സ് എമൗണ്ട് ഒരു പ്രോപ്പർ ഓഫീസർക്ക് ഡിറ്റർമിൻ ചെയ്യാനായിട്ട് സാധിക്കും. അത് സെക്ഷൻ 73-74 പ്രകാരമുള്ള എത്രത്തോളം ഗുഡ്സ് അല്ലെങ്കിൽ സർവീസ് എന്ന് പറയുന്നത് സപ്ലൈ ചെയ്തിട്ടുണ്ട് അത് ഡിറ്റർമിനേഷൻ ഓഫ് ടാക്സിന് വേണ്ടിയിട്ട് ആർക്ക് യൂട്ടിലൈസ് ചെയ്യാനായിട്ട് സാധിക്കും? ഒരു പ്രോപ്പർ ഓഫീസർക്ക് യൂട്ടിലൈസ് ചെയ്യാനായിട്ട് സാധിക്കും.
അപ്പോൾ ഇത്രയും നേരം നമ്മൾ ഡിസ്കസ് ചെയ്തത് സെക്ഷൻ 35 പ്രകാരം അക്കൗണ്ട്സ് ആൻഡ് റെക്കോർഡ്സ് എങ്ങനെയാണ് മെയിൻറ്റെയിൻ ചെയ്യേണ്ടത് എന്നുള്ളതാണ്. ഓരോ ക്ലാസിഫിക്കേഷനായിട്ട് പറഞ്ഞു. ആദ്യത്തെ കേസിൽ നമ്മൾ പറഞ്ഞിട്ടുള്ളത് ഒരു രജിസ്റ്റേർഡ് പേഴ്സൺ എങ്ങനെയാണ് ബുക്സ് ആൻഡ് റെക്കോർഡ്സ് മെയിൻറ്റെയിൻ ചെയ്യേണ്ടത് എന്നുള്ളതാണ്. ഏതൊക്കെ ബുക്സ് ആൻഡ് റെക്കോർഡ്സ് ആണ് മെയിൻറ്റെയിൻ ചെയ്യേണ്ടത് എന്നുള്ളത് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് തന്നെ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. രണ്ടാമത്തെ കാറ്റഗറിയിൽ നമ്മൾ പറഞ്ഞിട്ടുള്ളത് ഒരു ഗോഡൗണോ അല്ലെങ്കിൽ ഒരു വെയർ ഹൗസോ ഒരു സ്റ്റോറേജ് പ്ലേസ് മെയിൻറ്റെയിൻ ചെയ്യുന്ന ഓണറോ അല്ലെങ്കിൽ ഓപ്പറേറ്റർ ആണെങ്കിൽ എങ്ങനെയാണ് ബുക്സ് ആൻഡ് റെക്കോർഡ്സ് മെയിൻറ്റെയിൻ ചെയ്യേണ്ടത് എന്നുള്ളതാണ്. മൂന്നാമത്തെ ക്ലാസിഫിക്കേഷനിൽ പറഞ്ഞിട്ടത് ടാക്സബിൾ പേഴ്സൺ ആണ്. പക്ഷേ ഒരു കമ്മീഷണറിൻ്റെ സ്പെഷ്യൽ നോട്ടിഫിക്കേഷൻ ഉണ്ടെങ്കിൽ അഡീഷണൽ ആയിട്ടുള്ള അക്കൗണ്ട്സ് ഡോക്യുമെൻറ്റ്സ് ഏതൊക്കെയാണ് മെയിൻറ്റെയിൻ ചെയ്യേണ്ടത് എന്നുള്ളതാണ്. ഫോർത്ത് കാറ്റഗറിയിൽ പറഞ്ഞിട്ടുള്ളത് കമ്മീഷണർക്ക് സ്പെഷ്യൽ കൺസിഡറേഷനിൽ ടാക്സബിൾ പേഴ്സൺ ആണെങ്കിലും അവർക്ക് ബുക്സ് ആൻഡ് റെക്കോർഡ്സ് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റാത്ത ഒരു സ്പെസിഫൈഡ് റീസൺ ഉണ്ടെങ്കിൽ അതിന് എന്തിന് പെർമിഷൻ കൊടുക്കാം, ഏതാണോ ആ കമ്മീഷണർ പ്രിസ്ക്രൈബ്ഡ് മാനർ പറയുന്നത് ആ രീതിയിൽ അക്കൗണ്ട്സ് മെയിൻറ്റെയിൻ ചെയ്യാനോ റെക്കോർഡ് ചെയ്യാനായിട്ട് സാധിക്കും. പിന്നെ പറഞ്ഞത് രജിസ്റ്റേർഡ് ടേൺ ഓവർ, രജിസ്റ്റേർഡ് പേഴ്സണ് ത്രഷോൾഡ് ലിമിറ്റിനേക്കാൾ കൂടുതലായിട്ടുള്ള ടേൺ ഓവർ ഉണ്ടെങ്കിൽ അവരെന്ത് ചെയ്തിരിക്കണം, ഒരു ചാർട്ടേഡ് അക്കൗണ്ടൻറ്റിനെ കൊണ്ടോ അല്ലെങ്കിൽ ഒരു കോസ്റ്റ് അക്കൗണ്ടൻറ്റിനെ കൊണ്ടോ ആ ബുക്സ് ആൻഡ് റെക്കോർഡ്സ് എന്ന് പറയുന്നത് ഓഡിറ്റ് ചെയ്യുകയും ഒരു ഓഡിറ്റഡ് ആനുവൽ റിപ്പോർട്ട്, റീകൺസിലിയേഷൻ സ്റ്റേറ്റ്മെൻറ്റ് അതുപോലെ തന്നെ പ്രിസ്ക്രൈബ്ഡ് ഡോക്യുമെൻറ്റ്സ് ഫർണിഷ് ചെയ്തിരിക്കണം. ലാസ്റ്റ് പറഞ്ഞത് രജിസ്റ്റേർഡ് പേഴ്സൺ പ്രോപ്പർ ടൈമിൽ അത് മെയിൻറ്റെയിൻ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ പ്രോപ്പർ ഓഫീസർക്ക് ടാക്സ് എമൗണ്ട് എത്രയാണോ കൊടുക്കേണ്ടത് അത് സ്പെസിഫൈ ചെയ്യാനായിട്ട് സാധിക്കും. അത് സെക്ഷൻ 73, 74 പ്രകാരം ഏതൊക്കെ ഗുഡ്സ് ആൻഡ് സർവീസസ് ആണ് സപ്ലൈ ചെയ്തിട്ടുള്ളത് അതിനെ ബേസ് ചെയ്തുകൊണ്ടാണ് ടാക്സ് ഡിറ്റർമിൻ ചെയ്യുന്നത്. ക്ലിയർ? നെക്സ്റ്റ് ഹെഡിങ് അതർ റൂൾസ് റിഗാർഡിംഗ് മെയിൻ്റനൻസ് ഓഫ് അക്കൗണ്ട്സ്. ഇപ്പം നമ്മൾ പറഞ്ഞത് സെക്ഷൻ 35 പ്രകാരമുള്ള പ്രിസ്ക്രൈബ്ഡ് മാനറാണ്. ഇനി നമ്മൾ പറയുന്നത് വാട്ട് ആർ ദ അതർ റൂൾസ്, എന്തൊക്കെയാണ് ഇതിനോട് റിലേറ്റഡ് ആയിട്ടുള്ള, അതായത് അക്കൗണ്ട്സ് ആൻഡ് റെക്കോർഡ്സ് എന്ന് പറയുന്നത് കീപ്പ് ചെയ്യുകയും മെയിൻറ്റെയിൻ ചെയ്യുന്നത് റിലേറ്റഡ് ആയിട്ടുള്ള റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. The following rules are prescribed regarding the maintenance of accounts. Exporters and importers shall keep and maintain a true and correct account of the goods or services imported or exported, along with the relevant document including invoices, bill of supply, delivery challans, credit notes, receipt vouchers, payment vouchers and refund vouchers. എക്സ്പോർട്ടേഴ്സ് അല്ലെങ്കിൽ ഇമ്പോർട്ടേഴ്സ് ആണ് എന്നുണ്ടെങ്കിൽ അവരെന്ത് ചെയ്തിരിക്കണം, ട്രൂ ആൻഡ് കറക്റ്റ് ആയിട്ടുള്ള അക്കൗണ്ട്സ് കീപ്പ് ചെയ്യുകയും മെയിൻറ്റെയിൻ ചെയ്യുകയും വേണം. അതുപോലെ തന്നെ എന്തൊക്കെയാണ് അവർ ഡീറ്റെയിൽസ് ഇൻക്ലൂഡ് ചെയ്യേണ്ടത്, ഗുഡ്സ് ആയിക്കോട്ടെ സർവീസ് ആയിക്കോട്ടെ അത് ഇമ്പോർട്ട് ചെയ്തിട്ടുള്ളതും എക്സ്പോർട്ട് ചെയ്തിട്ടുള്ള റെലവൻറ്റ് ഡോക്യുമെൻറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തൊക്കെയാണ്, ഇൻവോയ്സ് ഉണ്ടായിരിക്കണം, ബിൽ ഓഫ് സപ്ലൈ ഉണ്ടായിരിക്കണം, ഡെലിവറി ചലാൻ ഉണ്ടായിരിക്കണം, ക്രെഡിറ്റ് നോട്ട്, ഡെബിറ്റ് നോട്ട്, റെസീറ്റ് വൗച്ചേഴ്സ്, പേയ്മെൻറ്റ് വൗച്ചേഴ്സ്, റീഫണ്ട് വൗച്ചേഴ്സ്, ഇത്രയുമാണ് ഇവർ മെയിൻറ്റെയിൻ ചെയ്യേണ്ടത്. Every registered person other than a person paying tax under section 10 shall maintain the composition of accounts in respect of goods received and supplied by him containing the opening balance, receipt, supply, goods lost, stolen, destroyed, written off or disposed of by way of gift or free samples and the balance of stock including raw materials, finished goods, scrap and waste. ഇവിടെ പറയുന്ന കാറ്റഗറി എന്ന് പറയുന്നത് ഏതാണ്, ഒരു രജിസ്റ്റേർഡ് പേഴ്സൺ അതർ ദാൻ എ പേഴ്സൺ പേയിങ് ടാക്സ് അണ്ടർ സെക്ഷൻ 10 സെക്ഷൻ 10 എന്ന് പറഞ്ഞാൽ കോമ്പോസിഷൻ സ്കീമിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ളതാണ്. അതിലല്ലാതെയുള്ള ഒരു രജിസ്റ്റേർഡ് പേഴ്സൺ ഉണ്ടെങ്കിൽ അതുപോലെ തന്നെ സ്റ്റോക്കിൽ എന്തൊക്കെയാണ് മെയിൻറ്റെയിൻ ചെയ്യേണ്ടത്, മെയിൻറ്റെയിൻ ദ അക്കൗണ്ട്സ് ഓഫ് സ്റ്റോക്ക് ഇൻ റെസ്പെക്ട് ഓഫ് ഗുഡ്സ് റിസീവ്ഡ് ആൻഡ് സപ്ലൈഡ്, എത്ര ഗുഡ്സ് റിസീവ് ചെയ്തിട്ടുണ്ട്, എത്ര ഗുഡ്സ് സപ്ലൈ ചെയ്തിട്ടുണ്ട്, അതിനോട് റിലേറ്റഡ് ആയിട്ടുള്ള സ്റ്റോക്ക് മെയിൻറ്റെയിൻ ചെയ്തിരിക്കണം. അതുപോലെ തന്നെ ഓപ്പണിംഗ് ബാലൻസ്, റെസീറ്റ്, സപ്ലൈ, എത്ര ഗുഡ്സ് ലോസ്റ്റ് ആയിട്ടുണ്ട്, സ്റ്റോളൻ ചെയ്തു പോയിട്ടുണ്ട്, ഡിസ്ട്രോയ് ചെയ്തിട്ടുണ്ട്, റിട്ടേൺ ഓഫ് ചെയ്തിട്ടുണ്ട്, ഡിസ്പോസ് ചെയ്തിട്ടുണ്ട്, അത് ഗിഫ്റ്റായിട്ടോ അല്ലെങ്കിൽ ഫ്രീ സാമ്പിളായിട്ടോ ഡിസ്പോസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ സെപ്പറേറ്റഡ് ആയിട്ടുള്ള ഡീറ്റെയിൽസും, അതുപോലെ തന്നെ ബാലൻസ് ഓഫ് സ്റ്റോക്ക് എന്ന് പറയുന്നത് സെപ്പറേറ്റ് സെക്ഷൻ വേണം. റോ മെറ്റീരിയൽസ് ആയിക്കോട്ടെ, ഫിനിഷ്ഡ് ഗുഡ്സ് ആയിക്കോട്ടെ, സ്ക്രാപ്പ് ആയിക്കോട്ടെ, വേസ്റ്റ് ആയിക്കോട്ടെ, വർക്ക് ഇൻ പ്രോഗ്രസ് ആയിക്കോട്ടെ, സെപ്പറേറ്റ് ആയിട്ടുള്ള സ്റ്റോക്ക് മെയിൻറ്റെയിൻ ചെയ്തിരിക്കണം.
Every registered person shall maintain separate account of advances received and paid and adjustments made. അതുപോലെ തന്നെ അഡ്വാൻസ് പേയ്മെൻറ്റ് റിസീവ് ചെയ്തിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ പേ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനോട് റിലേറ്റഡ് ആയിട്ട് എന്തെങ്കിലും അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ എല്ലാ രജിസ്റ്റേർഡ് പേഴ്സണും ഇത് സെപ്പറേറ്റ് ആയിട്ട് തന്നെ എന്ത് ചെയ്യണം, അക്കൗണ്ട്സ് മെയിൻറ്റെയിൻ ചെയ്യണം. Every registered person other than a person paying tax under section 10 shall keep and maintain on account containing the details of tax payable, tax collected and paid, input tax credit claimed together with a register of tax invoice, credit notes, debit notes, delivery challan issued or received during any tax period. അതുപോലെ തന്നെ ഒരു രജിസ്റ്റേർഡ് പേഴ്സൺ സെക്ഷൻ 10 രജിസ്റ്റർ ചെയ്തിട്ടുള്ള പേഴ്സൺ അല്ലാത്ത എല്ലാ രജിസ്റ്റേർഡ് പേഴ്സണും എന്ത് മെയിൻറ്റെയിൻ ചെയ്തിരിക്കണം, എത്ര ടാക്സ് പേയബിൾ ഉണ്ട്, എത്ര ടാക്സ് കളക്റ്റഡ് ഉണ്ട്, എത്ര ടാക്സ് പെയ്ഡ് ഉണ്ട്. അതുപോലെ തന്നെ ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് ക്ലെയിം ചെയ്തിട്ടുള്ളത്, രജിസ്റ്റർ ഓഫ് ടാക്സ് ഇൻവോയ്സ്, ക്രെഡിറ്റ് നോട്ട്, ഡെബിറ്റ് നോട്ട്, ഡെലിവറി ചലാൻ എത്രത്തോളം ഇഷ്യൂ ചെയ്തിട്ടുണ്ട് അല്ലെങ്കിൽ റിസീവ്ഡ് ഡ്യൂറിങ് എനി ടാക്സ് പീരീഡ്, ഒരു ടാക്സ് പീരീഡിനുള്ളിൽ എത്ര റിസീവ് ചെയ്തിട്ടുണ്ട്, അതിൻ്റെയും മെയിൻറ്റെയിൻ ഓഫ് അക്കൗണ്ട്സ് ആര് ചെയ്തിരിക്കണം, ഒരു രജിസ്റ്റേർഡ് പേഴ്സൺ ചെയ്തിരിക്കണം. Every registered person shall keep the particulars of names, address of suppliers, customers and premises where goods are stored by him. അതോടൊപ്പം മെയിൻറ്റെയിൻ ചെയ്യേണ്ടത് ഒരു രജിസ്റ്റേർഡ് പേഴ്സൺ ആണെങ്കിൽ പേരും അഡ്രസ്സും ആരുടെയൊക്കെ സപ്ലയേഴ്സിൻ്റെ, കസ്റ്റമേഴ്സിൻ്റെ, അതുപോലെ തന്നെ എവിടെയൊക്കെയാണോ ഗുഡ്സ് സ്റ്റോർ ചെയ്തിട്ടത് ആ സ്ഥലങ്ങളുടെ അഡ്രസ്സും കൂടി സ്പെസിഫൈ ചെയ്തിരിക്കണം. Each volume of books of accounts maintained manually shall be serially numbered. ഇനി ഏതെങ്കിലും ബുക്സുകൾ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യുന്നത്, അതായത് നമ്പർ ഓഫ് ബുക്സ് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യണം. അപ്പോൾ വോളിയൂം ഓഫ് ബുക്സ് ഓഫ് അക്കൗണ്ട്സ് മെയിൻറ്റെയിൻ ചെയ്യുന്നത് മാനുവലായിട്ട് എന്ത് ചെയ്തിരിക്കണം, സീരിയലായിട്ട് നമ്പർ ചെയ്യുകയും അത് ലിസ്റ്റ് ഔട്ട് ചെയ്യുകയും വേണം. Every agent shall maintain accounts showing the details of authorization received by him, value and the quantity of goods or service received on behalf of the principal, details of accounts furnished to every principal and the tax paid receipts on supply of goods or service effected on behalf of every principal. ഒരു ഏജൻ്റ് ആണ് എന്നുണ്ടെങ്കിൽ അദ്ദേഹം മെയിൻറ്റെയിൻ ചെയ്യേണ്ടത് എന്തൊക്കെ ബുക്സാണ്, ഓതറൈസേഷൻ ആരുടെ കയ്യിൽ നിന്നാണോ കിട്ടിയിട്ടുള്ളത് അതിനോട് റിലേറ്റഡ് ആയിട്ടുള്ള അക്കൗണ്ട്സ് ആണ് മെയിൻറ്റെയിൻ ചെയ്യേണ്ടത്. അതായത് വാല്യൂ, ക്വാണ്ടിറ്റി ഓഫ് ദി ഗുഡ്സ് റിസീവ്ഡ്, ഒരു പ്രിൻസിപ്പലിന് വേണ്ടിയിട്ട് എത്ര ഗുഡ്സ് അല്ലെങ്കിൽ സർവീസ് റിസീവ് ചെയ്തിട്ടുണ്ട് അതിൻ്റെ വാല്യൂം ക്വാണ്ടിറ്റി എന്ത് ചെയ്തിരിക്കണം, മെയിൻറ്റെയിൻ ചെയ്തിരിക്കണം. അതുപോലെ തന്നെ പ്രിൻസിപ്പലിന് എന്തൊക്കെ അക്കൗണ്ട്സ് ഫർണിഷ് ചെയ്തിരിക്കണം, ഈ പറയുന്ന എന്തൊക്കെ ഗുഡ്സ് ആൻഡ് സപ്ലൈ ആണ് റിസീവ് ചെയ്തിട്ടുള്ളത് അതിൻ്റെ വാല്യൂ, ക്വാണ്ടിറ്റി, ഡീറ്റെയിൽസ് പ്രിൻസിപ്പലിന് സബ്മിറ്റ് ചെയ്യുകയും അതുപോലെ തന്നെ ദ ടാക്സ് പെയ്ഡ് റെസിപ്റ്റ്സ് ഓൺ സപ്ലൈ ഓഫ് ഗുഡ്സ് ഓർ സർവീസ്, സപ്ലൈ ഓഫ് ഗുഡ്സ് അല്ലെങ്കിൽ സർവീസിനോട് റിലേറ്റഡ് ആയിട്ട് എത്ര ടാക്സ് റിസീവ് ചെയ്തിട്ടുണ്ട്, ഒരു പ്രിൻസിപ്പലിന് വേണ്ടി എത്ര ടാക്സ് റിസീവ് ചെയ്തിട്ടുണ്ട് ആ ഡീറ്റെയിൽസും ആര് മെയിൻറ്റെയിൻ ചെയ്തിരിക്കണം, ഒരു ഏജൻറ്റ് മെയിൻറ്റെയിൻ ചെയ്തിരിക്കണം. Every registered person manufacturing goods shall maintain monthly production accounts. ഒരു രജിസ്റ്റേർഡ് പേഴ്സൺ ഒരു മാനുഫാക്ചറിങ് പേഴ്സൺ ആണ് എന്നുണ്ടെങ്കിൽ എത്ര ഗുഡ്സ് ആണ് അവർ മാനുഫാക്ചർ ചെയ്തിട്ടുള്ളത് അത് മന്ത്ലി പ്രൊഡക്ഷൻ അക്കൗണ്ട്സ് മെയിൻറ്റെയിൻ ചെയ്തിരിക്കണം. Every registered person supplying services shall maintain the accounts showing quantitative details of goods used in the provision of service. ഒരു രജിസ്റ്റേർഡ് പേഴ്സൺ സപ്ലൈ എന്താണ് ചെയ്യേണ്ടത്, ഗുഡ്സ് അല്ല സർവീസ് സപ്ലൈ ചെയ്യുന്ന ഒരു രജിസ്റ്റേർഡ് പേഴ്സൺ ആണെങ്കിൽ എന്തൊക്കെ അക്കൗണ്ട്സ് ആണ് മെയിൻറ്റെയിൻ ചെയ്യേണ്ടത്, ക്വാണ്ടിറ്റേറ്റീവ് ഡീറ്റെയിൽസ് ഓഫ് ഗുഡ്സ് യൂസ്ഡ് ഇൻ ദ പ്രൊവിഷൻ ഓഫ് സർവീസ്, എത്ര ഓരോ സർവീസിനും വേണ്ടി എത്ര ഗുഡ്സ് വീതം, എത്ര ക്വാണ്ടിറ്റി വീതം അവർ ഉപയോഗിച്ചിട്ടുണ്ട് ആ ഡീറ്റെയിൽസ് സ്പെസിഫിക് ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്തിരിക്കണം. അപ്പോൾ ഒരു രജിസ്റ്റേർഡ് പേഴ്സൺ ആണ് സപ്ലൈ ഓഫ് സർവീസ് ആണെങ്കിലും അതിന് ഉപയോഗിച്ചിട്ടുള്ള ഗുഡ്സിൻ്റെ ക്വാണ്ടിറ്റേറ്റീവ് ഡീറ്റെയിൽസ് റെക്കോർഡ് ചെയ്തിരിക്കണം. Every registered person executing works contract shall keep the details of works contract separately. ഒരു കോൺട്രാക്ടറാണ്, അദ്ദേഹം ഒരു രജിസ്റ്റേർഡ് പേഴ്സൺ ആണെങ്കിൽ ഏതൊക്കെ കോൺട്രാക്റ്റ് അവർ ചെയ്യുന്നുണ്ടോ എക്സിക്യൂട്ട് ചെയ്യുന്നുണ്ടോ അതിൻ്റെയൊക്കെ സെപ്പറേറ്റ് ആയിട്ട് തന്നെ വർക്ക്സ് കോൺട്രാക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് ഓരോ സെപ്പറേറ്റ് ആയിട്ടുള്ള കോൺട്രാക്റ്റിനും സെപ്പറേറ്റ് ആയിട്ട് തന്നെ എന്ത് ചെയ്യണം, മെയിൻറ്റെയിൻ ചെയ്യേണ്ടതാണ്.
The records may be maintained in electronic form and the records of maintenance shall be authenticated by means of a digital signature. ഇനി റെക്കോർഡ്സ് മെയിൻറ്റെയിൻ ചെയ്യുമ്പോൾ അത് ഇലക്ട്രോണിക്കൽ ഫോമിലാണ് മെയിൻറ്റെയിൻ ചെയ്യുകയും റെക്കോർഡ് ചെയ്യുകയും വേണ്ടത്. അതിലെല്ലാത്തിലും എന്ത് ചെയ്തിരിക്കണം? ഒരു ഡിജിറ്റൽ സിഗ്നേച്ചർ ഓതൻറ്റിക്കേറ്റ് ചെയ്തിരിക്കണം. എവറി രജിസ്റ്റേർഡ് പേഴ്സൺ ഷാൽ ഓൺ ഡിമാൻഡ് പ്രൊഡ്യൂസ് ദ ബുക്സ് ഓഫ് അക്കൗണ്ട്സ്. എപ്പോഴാണോ പ്രോപ്പർ ഓഫീസർ ഡിമാൻഡ് ചെയ്യുന്നത് ആ സമയത്ത് രജിസ്റ്റേർഡ് പേഴ്സൺ ആ ബുക്സ് ഓഫ് അക്കൗണ്ട്സ് എന്ന് പറയുന്നത് ഫർണിഷ് ചെയ്തിരിക്കണം. ഇത്രയാണ് സെക്ഷൻ 35നോട് റിലേറ്റഡ് ആയിട്ട് വരുന്ന അതർ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ഒരു അക്കൗണ്ട്സ് മെയിൻറ്റെയിൻ ചെയ്യുമ്പോൾ ഈ പറഞ്ഞിട്ടുള്ള റൂൾസ് ആൻഡ് റെഗുലേഷൻസും കൂടിയും എന്ത് ചെയ്തിരിക്കണം? ഫോളോ ചെയ്തിരിക്കണം. ക്ലിയർ? ഞാൻ നെക്സ്റ്റ് ടേമിലേക്ക് പോവുകയാണ്. ദറ്റ് ഈസ് ദ ഡിമാൻഡ്സ് ആൻഡ് റിക്കവറി. സെക്ഷൻ 73, 74 ആണ് ഡിസ്കസ് ചെയ്യുന്നത്. അതിൽ ആദ്യം ഞാൻ ഡിസ്കസ് ചെയ്യുന്നത് സെക്ഷൻ 73 ആണ്. Section 73 deals with the determination of tax and its demand and recovery under certain circumstances. Section 73 ആണ്. അതിൽ ഡിറ്റർമിനേഷൻ ഓഫ് ടാക്സ് എന്ന് പറയുന്നത് ഡിമാൻഡ് ആയിക്കോട്ടെ റിക്കവറി ആയിക്കോട്ടെ അത് വേണമെന്നുണ്ടെങ്കിൽ താഴെ പറയുന്ന സർക്കംസ്റ്റാൻസസ് ഫോളോ ചെയ്യുന്നുണ്ടെങ്കിൽ മാത്രമേ അത് അപ്ലിക്കബിൾ ആകുന്നുള്ളൂ. അതായത് ടാക്സ് നോട്ട് പെയ്ഡ്, ടാക്സ് ഷോർട്ട് പെയ്ഡ്, ടാക്സ് ഇറോണിയസ്ലി റീഫണ്ടഡ്, ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് റോങ്ലി അവെയിൽഡ് ഓർ യൂട്ടിലൈസ്. ടാക്സ് കൊടുക്കാതിരിക്കുകയോ അല്ലെങ്കിൽ ടാക്സ് കുറവ് കൊടുക്കുകയോ അല്ലെങ്കിൽ റീഫണ്ട് ചെയ്തിട്ടുള്ളത് തെറ്റായിക്കൊണ്ട് ടാക്സ് റീഫണ്ട് ചെയ്യുകയോ, ഇൻപുട്ട് ടാക്സ് എന്ന് പറയുന്നത് തെറ്റായിക്കൊണ്ട് അവെയിൽ ചെയ്യുകയോ യൂട്ടിലൈസ് ചെയ്യുകയോ ആകുമ്പോഴാണ് ഡിമാൻഡ് ആൻഡ് റിക്കവറി എന്ന് പറയുന്ന സെക്ഷൻ 73 അപ്ലിക്കബിൾ ആകുന്നത്. Okay, this section specifically covers determination of such taxes under circumstances of cases not involving fraud, willful misstatement or suppression of facts. ഇവിടെ കൃത്യമായിട്ട് തന്നെ പറയുന്നുണ്ട് എങ്ങനെയൊക്കെയാണ് ഈ ഡിമാൻഡ് ആൻഡ് റിക്കവറി എന്ന് പറയുന്നത് അപ്ലിക്കബിൾ ആകുന്നത്. ദിസ് സെക്ഷൻ സ്പെസിഫിക്കലി കവേഴ്സ് ദ ഡിറ്റർമിനേഷൻ ഓഫ് സച്ച് ടാക്സസ് അണ്ടർ സർക്കംസ്റ്റാൻസസ് ഓഫ് കേസസ് നോട്ട് ഇൻവോൾവിങ് ഫ്രോഡ് ഉണ്ടാകാൻ പാടില്ല. അതുപോലെ തന്നെ അറിഞ്ഞുകൊണ്ട് ഒരു മിസ്സ്റ്റേറ്റ്മെൻറ്റ് ഫർണിഷ് ചെയ്തത് കൊണ്ടാവാൻ പാടില്ല. സപ്രഷൻ ഓഫ് ഫാക്ട്, ഒരു ഫാക്റ്റ് ഒളിപ്പിച്ച് ഹൈഡ് ചെയ്ത് വെച്ചുകൊണ്ട് ആവാനായിട്ട് പാടില്ല. അപ്പോൾ ഡിമാൻഡ് ആൻഡ് റിക്കവറി എന്ന് പറയുന്നത് അപ്ലിക്കബിൾ ആകണമെങ്കിൽ അറിഞ്ഞുകൊണ്ടുള്ളൊരു തെറ്റ് വരുത്തുകയോ അതുപോലെ തന്നെ അറിഞ്ഞുകൊണ്ട് തെറ്റായിട്ടുള്ളൊരു സ്റ്റേറ്റ്മെൻറ്റ് ഫർണിഷ് ചെയ്യുകയോ അല്ലെങ്കിൽ മെറ്റീരിയലായിട്ടുള്ളൊരു ഫാക്ടർ ഒളിപ്പിച്ച് വെക്കുകയോ ചെയ്തത് കൊണ്ട് ആകാനായിട്ട് പാടില്ല. Section 73 also applies for recovery of interest payable which is not paid or partly paid or interest erroneously refunded. നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്ന സെക്ഷൻ 73 എന്ന് പറയുന്നത് ഡിറ്റർമിനേഷൻ ഓഫ് ടാക്സ് ആണ്. ഇവിടെ പറയുന്നത് എന്താണ്? 73 എന്ന് പറയുന്നതിൽ ഇൻട്രസ്റ്റിൻ്റെ കാര്യത്തിലും ഡിമാൻഡ് ആൻഡ് റിക്കവറി നമുക്ക് ചെയ്യാവുന്നതാണ്. അതിന് പറയുന്ന സ്പെഷ്യൽ സർക്കംസ്റ്റാൻസസ് എന്ന് പറയുന്നത് ഇൻട്രസ്റ്റ് പേയബിൾ വിച്ച് ഈസ് നോട്ട് പെയ്ഡ് ഓർ പാർട്ട്ലി പെയ്ഡ് ഓർ ഇൻട്രസ്റ്റ് ഇറോണിയസ്ലി റീഫണ്ടഡ്. റിക്കവറി ഓഫ് ഇൻട്രസ്റ്റ് പേയബിൾ എന്ന് പറയുന്നത് അപ്ലിക്കബിൾ ആണെങ്കിൽ ഇൻട്രസ്റ്റ് കൊടുക്കാതിരിക്കുകയോ അല്ലെങ്കിൽ പാർട്ട്ലി പെയ്ഡ് ആണെങ്കിലോ ഇൻട്രസ്റ്റ് തെറ്റായിക്കൊണ്ട് റീഫണ്ട് ചെയ്യുകയോ ചെയ്യുമ്പോഴാണ് ഇൻട്രസ്റ്റ് പേയബിളിൻ്റെ കേസിൽ നമുക്ക് ഡിമാൻഡ് ആൻഡ് റിക്കവറി എന്ന് പറയുന്നത് സെക്ഷൻ 73 പ്രകാരം നമുക്ക് അപ്ലിക്കബിൾ ആകുന്നത്. Section 73 can be invoked where it appears to the proper officer that a situation involving payment of tax has arisen in cases other than fraud, willful misstatement or suppression of fact. അപ്പോൾ നേരത്തെ പറഞ്ഞിട്ടുള്ള കേസുകൾ അല്ലാത്ത ഡിമാൻഡ് ആൻഡ് റിക്കവറി ആണ് സെക്ഷൻ 73 പ്രകാരം ഒരു പ്രോപ്പർ ഓഫീസർക്ക് നമുക്ക് അപ്പീൽ കൊടുക്കാനായിട്ട് സാധിക്കുന്നത്. കൃത്യമായിട്ട് പറയുന്നുണ്ട് സെക്ഷൻ 73 can be invoked where it appears to the proper officer that a situation involving payment of tax has been arises in case other than ഫ്രോഡോ അല്ലെങ്കിൽ മിസ്സ്റ്റേറ്റ്മെൻറ്റോ അല്ലെങ്കിൽ സപ്രഷൻ ഓഫ് ഫാക്ട് അല്ലാതെ കൊടുത്തിട്ടുള്ള ഒരു പ്രോപ്പർ ഓഫീസറുടെ മുമ്പിൽ അപ്പിയർ ചെയ്തിട്ടുള്ള കേസിൽ മാത്രമേ സെക്ഷൻ 73 പ്രകാരം ഡിമാൻഡ് ആൻഡ് റിക്കവറി എന്ന് പറയുന്നത് അവെയിൽ ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. ദ പ്രൊവിഷൻസ് പ്രൊവൈഡ് ഫോർ service of notice by proper officer. Notice shall be served on the person who is chargeable with the tax, who has not paid or short paid tax, received the erroneous refund or wrongly availed and utilized input tax credit. ഇവിടെ പറയുന്നത് പ്രൊവിഷൻ പ്രൊവൈഡ് ചെയ്യണമെങ്കിൽ എന്താണ്
സെക്ഷൻ 73യോട് റിലേറ്റഡ് ആയിട്ടുള്ള പ്രൊവിഷൻസ് എന്ന് പറയുന്നത് ഒരു പ്രോപ്പർ ഓഫീസർ എന്ത് ചെയ്തിരിക്കണം, സർവീസ് ഓഫ് നോട്ടീസ് ഇഷ്യൂ ചെയ്തിട്ടുണ്ടായിരിക്കണം. ഒരു പ്രോപ്പർ ഓഫീസർ സർവീസ് ഓഫ് നോട്ടീസ് ഇഷ്യൂ ചെയ്യുകയോ അല്ലെങ്കിൽ നോട്ടീസ് എന്ന് പറയുന്നത് ഇറ്റ് ഷാൽ ബി സെർവ്ഡ് ഓൺ ദ പേഴ്സൺ, ആരാണോ ടാക്സിന് ചാർജബിൾ ആയിട്ടിരിക്കുന്ന പേഴ്സൺ, ആ പേഴ്സണിന് ഒരു നോട്ടീസ് സെർവ് ചെയ്യുകയോ കുറവ് കൊടുക്കുകയോ അല്ലെങ്കിൽ കൊടുക്കാതിരിക്കുകയോ അല്ലെങ്കിൽ തെറ്റായി കൊണ്ട് റീഫണ്ട് അപ്ലൈ ചെയ്യുകയോ അല്ലെങ്കിൽ തെറ്റായി സപ്രസ് ചെയ്യുകയോ ചെയ്തിട്ടില്ലെങ്കിൽ അല്ലെങ്കിൽ യൂട്ടിലൈസ് ചെയ്യുകയോ അവെയിൽ ചെയ്യുകയോ ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റിൽ ചെയ്യാത്ത പേഴ്സൺസിന് മാത്രമേ ഇത് അപ്ലിക്കബിൾ ആകുന്നുള്ളൂ. Such amounts shall be required to be determined along with the applicable interest and penalty leviable under the rules. ഇത് ടാക്സിൻ്റെ കേസിൽ മാത്രമല്ല ഒരു ഇൻട്രസ്റ്റിൻ്റെ കേസിലും അപ്ലിക്കബിൾ ആണ്. ഇറ്റ് ഷാൽ ബി റിക്വയർഡ് ടു ബി ഡിറ്റർമിൻ അലോങ് വിത്ത് ദ അപ്ലിക്കബിൾ ഇൻട്രസ്റ്റ്. അപ്ലിക്കബിളും ആകുന്നത് ഇൻട്രസ്റ്റും പെനാൽറ്റി അടക്കമുള്ള റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ആണ് ഇവിടെ സെക്ഷൻ 73 റിലേറ്റഡ് ആകുന്നത്. ദ നോട്ടീസ് ഹാസ് ടു ബി ഇഷ്യൂഡ് at least 3 months prior to the time limit of the 3 years for issuance of order. ഒരു ഓർഡർ ഇഷ്യൂ ചെയ്യുന്നതിന് 3 മാസം മുമ്പായിട്ട്, കറക്റ്റായിട്ട് പറയുന്നത് ടൈം ലിമിറ്റ് എന്ന് പറയുന്നത് 3 വർഷമാണ്. അതിൽ 3 മാസം മുമ്പായിട്ട് എന്ത് കൊടുത്തിരിക്കണം, നോട്ടീസ് കൊടുത്തിരിക്കണം. ദ നോട്ടീസ് ഹാസ് ടു ബി ഇഷ്യൂഡ് അറ്റ്ലീസ്റ്റ് 3 months prior. 3 മാസം മുമ്പ്. എന്തിന് 3 മാസം മുമ്പാണ്? 3 വർഷത്തെ, അതായത് ഒരു ഇഷ്യൂവൻസ് ഓഫ് ഓർഡറിൻ്റെ ടൈം പീരീഡ് എന്ന് പറയുന്ന 3 വർഷത്തിൽ 3 മാസം മുമ്പായിട്ട് എന്ത് കൊടുത്തിരിക്കണം, നോട്ടീസ് കൊടുത്തിരിക്കണം. The proper officer shall along with the notice provide a summary in form GSTR DRC 01 specifying therein in the details of amount payable. ഇവിടെ റിക്കവറി എന്ന് പറയുന്നത് ഒരു പ്രോപ്പർ ഓഫീസർ ഏത് ഫോമിലാണ് ഇഷ്യൂ ചെയ്യേണ്ടത്, GST DRC 01 പ്രകാരമാണ് ഇഷ്യൂ ചെയ്യേണ്ടത്. അതിലെന്ത് ഡീറ്റെയിൽസ് പറഞ്ഞിരിക്കണം, എത്ര രൂപയാണോ ഇവിടെ റിക്കവറി വന്നിട്ടുള്ളത് ആ എമൗണ്ട് കറക്റ്റായിട്ട് തന്നെ സ്പെസിഫൈ ചെയ്തിരിക്കണം. അപ്പോൾ സെക്ഷൻ 73 പ്രകാരം റിലേറ്റഡ് ആയിട്ടുള്ള പ്രൊവിഷൻസ് ഏതൊക്കെയാണ്? ക്ലിയർ ആയിട്ട് 5 പ്രൊവിഷൻസ് ആണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. അത് ക്ലിയർ ആയിട്ട് തന്നെ പഠിക്കുക. ആദ്യത്തേതിൽ പ്രോപ്പർ ഓഫീസർ എന്ന് പറയുന്നത് സർവീസ് ഓഫ് നോട്ടീസ് ഇഷ്യൂ ചെയ്യണം. രണ്ടാമത്തെ കേസിൽ നോട്ടീസ് ഇഷ്യൂ ചെയ്യുന്നത് ആരായിരിക്കണം, സെർവ്ഡ് ഓൺ ദ പേഴ്സൺ ഹൂ ഈസ് ചാർജബിൾ വിത്ത് ടാക്സ്. അത് ഏതൊക്കെ കേസിൽ പാടില്ല, ടാക്സ് കൊടുക്കാതിരിക്കുകയോ ടാക്സ് കുറവ് കൊടുക്കുകയോ അല്ലെങ്കിൽ തെറ്റായി കൊടുക്കുകയോ ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് എന്ന് പറയുന്നത് തെറ്റായിട്ട് അവെയിൽ ചെയ്യുകയോ അല്ലെങ്കിൽ മിസ് യൂട്ടിലൈസ് ചെയ്യുകയോ ചെയ്തിട്ടുള്ള കേസിൽ അല്ലാത്ത എല്ലാ കേസിലും അത് സെർവ് ചെയ്യാനായിട്ട് സാധിക്കും. തേർഡ് റൂള് പറയുന്നത് ഒരു ടാക്സ് എമൗണ്ട് മാത്രമല്ല, അത് എന്തിനൊക്കെ അപ്ലിക്കബിൾ ആണ്, ഇൻട്രസ്റ്റിനും പെനാൽറ്റിക്കും റിലേറ്റഡ് ആയിട്ടുള്ള റൂൾസിന് അപ്ലിക്കബിൾ ആണ്. ആ നോട്ടീസ് ഇഷ്യൂ ചെയ്യേണ്ട ഡേറ്റ് എന്ന് പറയുന്നത് നമ്മുടെ ടൈം ലിമിറ്റ് ആയിട്ടുള്ള 3 വർഷം അതിനുള്ളിലാണ് ഓർഡർ ഇഷ്യൂ ചെയ്യേണ്ടത്. അതിന് 3 മാസം മുമ്പായിട്ടാണ് നോട്ടീസ് ഇഷ്യൂ ചെയ്യേണ്ടത്. ആരാണ് ഇഷ്യൂ ചെയ്യേണ്ടത്? ഒരു പ്രോപ്പർ ഓഫീസർ ഇഷ്യൂ ചെയ്യണം. ഏത് ഫോമിലാണ് ഇഷ്യൂ ചെയ്യേണ്ടത്? GST DRC 01 പ്രകാരമാണ് ഇഷ്യൂ ചെയ്യേണ്ടത്. അതിലെന്താണ് കൃത്യമായിട്ട് പറയേണ്ടത്, എത്ര എമൗണ്ട് പേയബിൾ ഉണ്ട്, അതിൻ്റെ ഡീറ്റെയിൽസ് സ്പെസിഫിക് ആയിട്ട് തന്നെ പറഞ്ഞിരിക്കണം. ക്ലിയർ? വോളണ്ടറി പേയ്മെൻറ്റ് ഓഫ് ടാക്സ് ആൻഡ് ഇൻട്രസ്റ്റ് ബിഫോർ ഇഷ്യൂ ഓഫ് നോട്ടീസ്, ദാറ്റ് ഈസ് ദ നെക്സ്റ്റ് ടോപ്പിക്. Voluntary payment of tax and interest as per section 50 before issue of notice or statement can be done either as per one's ascertainment of such tax or interest or as per the ascertainment of tax and interest by the proper officer, and the same shall be intimated to the proper officer in form GST DRC 03, and the proper officer shall issue an acknowledgement accepting the payment made in form GST DRC 04. ഇവിടെ വോളണ്ടറി പേയ്മെൻറ്റ് ഓഫ് ടാക്സ് അല്ലെങ്കിൽ ഇൻട്രസ്റ്റ് ഇഷ്യൂ ഓഫ് നോട്ടീസിന് മുമ്പുള്ളതാണ് ഇവിടെ പറയുന്നത്. സെക്ഷൻ 50 ആണ് അതിനോട് റിലേറ്റഡ് ആയിട്ടുള്ള പ്രൊവിഷൻസ് പറയുന്നത്. അപ്പോൾ ഇവിടെ പറയുന്നുണ്ട് വോളണ്ടറി പേയ്മെൻറ്റ് ഓഫ് ടാക്സ് ആൻഡ് ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് ഇഷ്യൂ ഓഫ് നോട്ടീസിന് മുമ്പാണെങ്കിൽ സ്റ്റേറ്റ്മെൻറ്റ് ക്യാൻ ബി ഡൺ ഐദർ ഏതൊക്കെ കേസിലാണ്, ആസ് പെർ ഓൺ അസർട്ടൈൻമെൻറ്റ് ഓഫ് സച്ച് ടാക്സ് ഓർ ഇൻട്രസ്റ്റ്, ആ ടാക്സോ അല്ലെങ്കിൽ ഇൻട്രസ്റ്റിൻ്റെ കറക്റ്റ് അസർട്ടൈൻമെൻറ്റിൽ ആസ് പെർ ഓൺ അസർട്ടൈൻമെൻറ്റ് സ്വന്തമായിട്ടുള്ള ഒരു അസർട്ടൈൻമെൻറ്റ് ടാക്സിൻ്റെ കേസിലോ ഇൻട്രസ്റ്റിൻ്റെ കേസിലായിരിക്കാം, അല്ലെങ്കിൽ ആസ് പെർ അസർട്ടൈൻമെൻറ്റ് ഓഫ് ടാക്സ് ആൻഡ് ഇൻട്രസ്റ്റ് ബൈ ദ പ്രോപ്പർ ഓഫീസർ, അല്ലെങ്കിൽ സ്വന്തമായിട്ട് അത് അസർട്ടൈൻ ചെയ്യാൻ പറ്റിയിട്ടില്ലെങ്കിൽ ഒരു പ്രോപ്പർ ഓഫീസർ അസർട്ടൈൻ ചെയ്യുകയാണ്. അപ്പോഴും എന്ത് ചെയ്യാൻ പറ്റും, സെക്ഷൻ 50 പ്രകാരം
വോളണ്ടറി പേയ്മെൻറ്റ് ഓഫ് ടാക്സ് അല്ലെങ്കിൽ ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് ചെയ്യാനായിട്ട് സാധിക്കും. And the same shall be intimated to the proper officer in form GST DRC 03. ഏത് ഫോമിലാണ് ഇങ്ങനെ എസർട്ടൈൻ ചെയ്ത് കഴിഞ്ഞാൽ ഈ പ്രോപ്പർ ഓഫീസറെ ഇൻറ്റിമേറ്റ് ചെയ്യേണ്ടത് GST DRC 03 പ്രകാരമാണ് എന്ത് ചെയ്യേണ്ടത്, ഇൻറ്റിമേറ്റ് ചെയ്യേണ്ടത്. എന്നിട്ട് പ്രോപ്പർ ഓഫീസർ എന്ത് ചെയ്തിരിക്കണം, അതിനുള്ള റിലേറ്റഡ് അക്നോളജ്മെൻ്റ് എന്ന് പറയുന്നത് GST DRC 04 പ്രകാരമാണ് ഈ അക്നോളജ്മെൻറ്റ്, അതായത് പേയ്മെൻറ്റ് ആക്സെപ്റ്റ് ചെയ്തുകൊണ്ടുള്ള ഒരു അക്നോളജ്മെൻറ്റ് കൊടുക്കേണ്ടത്. അപ്പോൾ ക്ലിയർ ആയില്ലേ? അപ്പോൾ വോളണ്ടറി പേയ്മെൻറ്റ് ഓഫ് ടാക്സ് അല്ലെങ്കിൽ ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് എപ്പോഴൊക്കെയാണ് സെക്ഷൻ 50 പ്രകാരം കൊടുക്കാൻ പറ്റുക, സ്വന്തമായിട്ട് അസർട്ടൈൻ ചെയ്യുകയോ അല്ലെങ്കിൽ ഒരു പ്രോപ്പർ ഓഫീസർ അസർട്ടൈൻ ചെയ്തുകൊണ്ട് ടാക്സ് എമൗണ്ട് ആയിക്കോട്ടെ ഇൻട്രസ്റ്റ് ആയിക്കോട്ടെ അത് GST DRC 03 പ്രകാരം പ്രോപ്പർ ഓഫീസറെ ഇൻറ്റിമേറ്റ് ചെയ്യുകയും ആ എമൗണ്ട് കിട്ടിയതിനുള്ള അക്നോളജ്മെൻ്റ് എന്ന് പറയുന്നത് പ്രോപ്പർ ഓഫീസർ GST DRC 04 പ്രകാരം തിരിച്ചു കൊടുക്കുകയും വേണം. The amount of penalty is payable as follows. ഇനി പെനാൽറ്റി എങ്ങനെയാണ് കൊടുക്കേണ്ടത്? If tax and interest are paid before issuance of notice or within 30 days of issue of notice, no penalty. In any other case, 10% of the tax or 10,000 whichever is higher. അപ്പോൾ ഇവിടെ പെനാൽറ്റി എന്ന് പറയുന്നത് എങ്ങനെയാണ് കൊടുക്കേണ്ടത്? ടാക്സ് ആയിക്കോട്ടെ ഇൻട്രസ്റ്റ് ആയിക്കോട്ടെ അത് ഇഷ്യൂ ചെയ്യുന്നത് നോട്ടീസ് ഇഷ്യൂ ചെയ്യുന്നതിന് മുമ്പായിട്ടോ അല്ലെങ്കിൽ 30 ദിവസം ഇഷ്യൂവൻസ് ഓഫ് നോട്ടീസ് എന്ന് പറയുന്നത് 30 ദിവസം മുമ്പാണെങ്കിൽ ഒരു പെനാൽറ്റി ഇല്ല. കറക്റ്റായിട്ടൊന്ന് അണ്ടർലൈൻ ചെയ്ത് പഠിക്കാം കേട്ടോ. ഇഫ് ടാക്സ് ആൻഡ് ഇൻട്രസ്റ്റ് ആർ പെയ്ഡ് ബിഫോർ ഇഷ്യൂവൻസ് ഓഫ് നോട്ടീസ് ഇഷ്യൂ ചെയ്യുന്നതിന് മുമ്പോ അല്ലെങ്കിൽ നോട്ടീസ് ഇഷ്യൂ ചെയ്യുന്നതിന് 30 ദിവസം മുമ്പായിട്ടാണ് എന്നുണ്ടെങ്കിൽ എന്തുണ്ടായിരിക്കില്ല, പെനാൽറ്റി ഉണ്ടായിരിക്കില്ല. ഇനി മറ്റുള്ള കേസിലൊക്കെ പെനാൽറ്റി ഉണ്ടായിരിക്കും. എത്ര രൂപയാണ്? ടാക്സിൻ്റെ 10% അല്ലെങ്കിൽ 10,000 വിച്ചെവർ ഈസ് ഹയർ. ഇതിലേതാണോ വലുത് അല്ലെങ്കിൽ ഏതാണ് വരുന്നത്, ടാക്സിൻ്റെ 10%. ഇതിലേതാണോ കൂടുതൽ വരുന്നത് ആ എമൗണ്ട് ആയിരിക്കും എന്തായിട്ട് എടുക്കുന്നത്, പെനാൽറ്റി ആയിട്ട് എടുക്കുന്നത്. അപ്പം മിനിമം എമൗണ്ട് എത്രയാണ്? 10,000 ആണ് ഇവിടെ വരുന്നത്. ഇഫ് ടാക്സ് ഇൻട്രസ്റ്റ് ആൻഡ് പെനാൽറ്റി ആർ പെയ്ഡ് all the proceedings in that respect shall stand concluded. അപ്പോൾ ടാക്സ് ആയിക്കോട്ടെ ഇൻട്രസ്റ്റ് ആയിക്കോട്ടെ പെനാൽറ്റി ആയിക്കോട്ടെ അതിൽ GST ആക്ട് 2017 പ്രകാരമുള്ള എല്ലാ പ്രൊസീഡിങ്സും കൺക്ലൂഡ് ചെയ്തുകൊണ്ട് വേണം എന്ത് ചെയ്യാനായിട്ട് ഈ ഇഷ്യൂ ഓഫ് നോട്ടീസ് എന്ന് പറയുന്നത് കൊടുക്കേണ്ടത്. The maximum demand by proper officer under section 73 shall be the amount of tax plus interest plus penalty. അപ്പം മാക്സിമം എമൗണ്ട് എത്ര രൂപയാണ് സെക്ഷൻ 73 പ്രകാരം പ്രോപ്പർ ഓഫീസർക്ക് ചാർജ് ചെയ്യാനായിട്ട് സാധിക്കുന്നത്? എത്ര രൂപയുണ്ടോ ടാക്സ്, അതായത് ദ എമൗണ്ട് ഓഫ് ടാക്സ് അതിൻ്റെ കൂടെ ഇൻട്രസ്റ്റും പെനാൽറ്റിയും കൂടി വരുന്ന ഒരു എമൗണ്ട് ആണ് മാക്സിമം ഡിമാൻഡായിട്ട് ഒരു പ്രോപ്പർ ഓഫീസർക്ക് സെക്ഷൻ 73 പ്രകാരം കൊടുക്കാനായിട്ട് സാധിക്കുന്നത്. ഇനി നെക്സ്റ്റ് സെക്ഷൻ നമുക്ക് നോക്കാം. അപ്പോൾ അതായത് നമ്മൾ സെക്ഷൻ 73 ഫസ്റ്റ് സെക്ഷനായിട്ടുള്ള സെക്ഷൻ 73 ആണ് ഇത്രയും നേരം ഡിസ്കസ് ചെയ്തത്. എല്ലാ സ്റ്റുഡൻസിനും ക്ലിയർ ആയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് സെക്ഷൻ, അതായത് ഇന്നത്തെ സെഷനിലുള്ള ലാസ്റ്റ് സെക്ഷനാണ് സെക്ഷൻ 74 ആണ് ഞാൻ ഇനി ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. സെക്ഷൻ 74 കവേഴ്സ് certain situations for demand of recovery of tax in case of fraud or any kind of willful misstatement of facts or suppression of fact with an intent to evade payment of tax. അപ്പോൾ സെക്ഷൻ 73 പറഞ്ഞപ്പോൾ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അറിഞ്ഞുകൊണ്ട് ഒരു തെറ്റ് വരുത്തുകയോ അല്ലെങ്കിൽ അറിഞ്ഞുകൊണ്ട് ഏതെങ്കിലും മിസ്സ്റ്റേറ്റ്മെൻറ്റ് പ്രസൻറ്റ് ചെയ്യുകയോ സപ്രഷൻ ഓഫ് ടാക്സ് ചെയ്യുകയോ മെറ്റീരിയൽ ഫാക്ടർ നമ്മൾ സപ്രസ് ചെയ്യുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ അതെന്തിനു വേണ്ടിയിട്ടായിരിക്കും ചെയ്തിട്ടുണ്ടാവുക? ഇവേഡ് പേയ്മെൻറ്റ് ഓഫ് ടാക്സ് അതിന് വേണ്ടി ചെയ്തിട്ടുള്ളതാണെങ്കിൽ ഒഴിവാക്കിയിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇവിടെ സെക്ഷൻ 74 പറയുന്നത് എങ്ങനെയുള്ള സിറ്റുവേഷനാണ് കവർ ചെയ്യുന്നത്? അതായത് ഫ്രോഡ് വരുത്തുകയോ അല്ലെങ്കിൽ വിൽഫുള്ളായിട്ട് ഒരു മിസ്സ്റ്റേറ്റ്മെൻറ്റ് കൊടുക്കുകയോ അല്ലെങ്കിൽ മെറ്റീരിയൽ ഫാക്ടർ സപ്രസ് ചെയ്യുകയോ ചെയ്തതുകൊണ്ട് ആണ് എന്നുണ്ടെങ്കിൽ അവിടെ വരുന്ന അപ്ലിക്കബിലിറ്റിയാണ് സെക്ഷൻ 74 എന്ന് പറയുന്നത്. അതായത് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? ടാക്സ് ഒഴിവാക്കാനോ അല്ലെങ്കിൽ ടാക്സ് കുറവ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. അതായത് ഇവേഡ് പേയ്മെൻറ്റ് ഓഫ് ടാക്സ് എന്ന് പറയുന്ന ഒരു എയിമോട് കൂടി ചെയ്യുന്നതാണെങ്കിൽ സെക്ഷൻ 74 ആണ് അപ്ലിക്കബിൾ ആകുന്നത്. As per section 74, whenever the tax is not paid or short paid, credit wrongly availed or utilized or erroneously refunded with an intent to evade tax by way of fraud, willful misstatement or suppression of fact.
സെക്ഷൻ 74 പറയുന്നത് കവർ ചെയ്യുന്നത് ഏതൊക്കെയാണ്? ടാക്സ് കൊടുക്കാതിരിക്കുകയോ കുറവ് ടാക്സ് കൊടുക്കുകയോ അല്ലെങ്കിൽ ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് എന്ന് പറയുന്നത് തെറ്റായി അവെയിൽ ചെയ്യുകയോ യൂട്ടിലൈസ് ചെയ്യുകയോ അല്ലെങ്കിൽ തെറ്റായിക്കൊണ്ട് റീഫണ്ട് ചെയ്യുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ എയിം എന്ന് പറയുന്നത് എന്തായിരിക്കണം? ഇവേഡ് ഓഫ് ടാക്സ് ആണ് എന്നുണ്ടെങ്കിൽ അതിന് വേണ്ടിയിട്ടാണ് ഈ ഫ്രോഡ് അല്ലെങ്കിൽ മിസ്സ്റ്റേറ്റ്മെൻറ്റ് കൊടുത്തിട്ടുള്ളത് എന്നുണ്ടെങ്കിൽ അപ്പോഴാണ് ഏത് അപ്ലിക്കബിൾ ആകുന്നത്? സെക്ഷൻ 74 അപ്ലിക്കബിൾ ആകുന്നത്. The proper officer shall issue a notice for such amount along with interest as per section 50 and penalty. അതുപോലെ തന്നെ ഒരു പ്രോപ്പർ ഓഫീസർ ഇഷ്യൂ ഓഫ് നോട്ടീസ് എന്ന് പറയുന്നത് എന്തൊക്കെ റിലേറ്റഡ് ആയിട്ട് വേണം? എത്ര എമൗണ്ട് ടാക്സ് ഉണ്ട്, അതിനോടൊപ്പം തന്നെ ഇൻട്രസ്റ്റും പെനാൽറ്റിയും കൂടി സെക്ഷൻ 50 പ്രകാരം നേരത്തെ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. സെക്ഷൻ 50 പ്രോപ്പർ ഓഫീസർ ടാക്സ് ചാർജ് ചെയ്യുമ്പോൾ ടാക്സ് പ്ലസ് ഇൻട്രസ്റ്റ് പ്ലസ് പെനാൽറ്റി ആണ് ചാർജ് ചെയ്യേണ്ടത്. ഇവിടെയും അത് തന്നെയാണ് പറയുന്നത്. ദ പ്രോപ്പർ ഓഫീസർ ഷാൽ അലോങ് വിത്ത് നോട്ടീസ് പ്രൊവൈഡ് എ സമ്മറി ഇൻ GST DRC 01 സ്പെസിഫൈയിങ് ദ ഡീറ്റെയിൽസ് ഓഫ് എമൗണ്ട് പേയബിൾ. അതോടൊപ്പം തന്നെ പ്രോപ്പർ ഓഫീസർ ഈ കേസിലും സെക്ഷൻ 74 ഇഷ്യൂ ഓഫ് നോട്ടീസ് എന്ന് പറയുന്നത് സമ്മറി എങ്ങനെ കൊടുത്തിരിക്കണം? GST DRC 01 പ്രകാരമാണ് എത്ര എമൗണ്ട് പേയബിൾ എന്ന് പറയുന്നത് കൊടുക്കേണ്ടത്. അത് തന്നെയാണ് നമ്മൾ നേരത്തെയും ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ദ ടൈം ലിമിറ്റ് ഫോർ ഇഷ്യൂ ഓഫ് നോട്ടീസ് ഈസ് അറ്റ്ലീസ്റ്റ് 6 months പ്രയർ ടു ദ ടൈം ലിമിറ്റ് സ്പെസിഫൈഡ് അണ്ടർ സെക്ഷൻ 74 സബ്സെക്ഷൻ 10 ഫോർ ഇഷ്യൂവൻസ് ഓഫ് ഓർഡർ. നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നത് എത്ര ഇതാണ്? 3 months ആണ്. പക്ഷേ സെക്ഷൻ 74 ആണെങ്കിൽ അത് അറ്റ്ലീസ്റ്റ് എത്ര വന്നിട്ടുണ്ട്? 6 months വന്നിട്ടുണ്ട്. അപ്പോൾ നേരത്തെ പറഞ്ഞുള്ള 3 months ഇവിടെ പറയുന്ന 6 months അണ്ടർലൈൻ ചെയ്ത് വെക്കുക. അത് സെക്ഷൻ 73 74 വരുന്ന ഒരു മേജർ ഡിഫറൻസ് ആണ്. അപ്പോൾ ടൈം ലിമിറ്റ് എന്ന് പറയുന്നത് ഇഷ്യൂ ഓഫ് നോട്ടീസ് ഒരു പ്രോപ്പർ ഓഫീസർ ചെയ്യുന്നത് എത്ര ദിവസത്തിന് മുമ്പാണ്? 6 months പ്രയർ ടു ദ ടൈം ലിമിറ്റ്. എത്രയാണോ ടൈം ലിമിറ്റ് പറയുന്നത് ആ ടൈം ലിമിറ്റിന് സെക്ഷൻ 74 സബ്സെക്ഷൻ 10 പ്രകാരം ഒരു ഓർഡർ ഇഷ്യൂ ചെയ്യേണ്ട ടൈം ലിമിറ്റിന് തൊട്ട് മുമ്പ് 6 മാസത്തിന് മുമ്പായിട്ട് എന്ത് ചെയ്തിരിക്കണം? ഈ നോട്ടീസ് കൊടുത്തിരിക്കണം. The time limit for issuing under section 74 subsection 10 is 5 years from the due date for furnishing the annual return for the financial year to which the tax not paid or short period or input tax credit wrongly availed or utilized relates to, or 5 years from the date of എറോണിയസ് റീഫണ്ട്. നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ള ടൈം ലിമിറ്റ് എന്ന് പറയുന്നത് സെക്ഷൻ 73 പറഞ്ഞിട്ടുണ്ടായിരുന്നത് എത്ര വർഷമാണ്? 3 വർഷമാണ്. അതൊന്ന് അണ്ടർലൈൻ ചെയ്ത് വയ്ക്കുക. ഇവിടെ എത്രയാണ് പറയുന്നത്? 5 വർഷം. ഇത് നെക്സ്റ്റ് ഡിഫറൻസ് ആണ്. ക്ലിയർ? അപ്പോൾ അതൊന്ന് എല്ലാ സ്റ്റുഡൻസും ഒന്ന് നോട്ട് ചെയ്ത് വയ്ക്കുക. ഇവിടെ സെക്ഷൻ 74 സബ്സെക്ഷൻ 10 എന്ന് പറയുന്നതിൽ ഡ്യൂ ഡേറ്റ് എന്ന് പറയുന്നത് എന്നാണ്? 5 വർഷമാണ്. 5 years ഫ്രം ദ ഡ്യൂ ഡേറ്റ് ഫോർ ഫർണിഷിംഗ് ദ ആനുവൽ റിട്ടേൺ. ടൈം ലിമിറ്റ് എന്ന് പറയുന്നത് 5 വർഷം. അതൊരു ഫിനാൻഷ്യൽ ഇയറിൻ്റെ ഡ്യൂ ഡേറ്റിന് ശേഷമുള്ള 5 വർഷമാണ്. എന്തിന് പറഞ്ഞിട്ടുള്ളത്? ടാക്സ് കൊടുക്കാതിരിക്കുകയോ അല്ലെങ്കിൽ ഷോർട്ട് പെയ്ഡ് അല്ലെങ്കിൽ ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് എന്ന് പറയുന്നത് തെറ്റായി അവെയിൽ ചെയ്യുകയോ അല്ലെങ്കിൽ യൂട്ടിലൈസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു റീഫണ്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ അവിടെ പറയുന്ന ടൈം ലിമിറ്റ് എന്ന് പറയുന്നത് എത്ര വർഷമാണ്? 5 വർഷമാണ്. ദി എമൗണ്ട് ഓഫ് പെനാൽറ്റി ഈസ് കാൽക്കുലേറ്റഡ് ആസ് ഫോളോസ്. ഇനി നെക്സ്റ്റ് പറയുന്നത് ഒരു പ്രോപ്പർ ഓഫീസർ എങ്ങനെയാണ് ഈ പെനാൽറ്റി എന്ന് പറയുന്നത് കാൽക്കുലേറ്റ് ചെയ്യുന്നത്? പേയ്മെൻറ്റ് ബിഫോർ ഇഷ്യൂ ഓഫ് നോട്ടീസ്. ഇഷ്യൂ ഓഫ് നോട്ടീസിന് മുമ്പായിട്ടാണ് ഇത് മിസ്റ്റേക്കുകൾ തെറ്റ് ചെയ്ത് കറക്റ്റ് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ ടാക്സ് എമൗണ്ട് 15% ആയിരിക്കും. പേയ്മെൻറ്റ് വിത്തിൻ 30 days ഓഫ് ഇഷ്യൂ ഓഫ് നോട്ടീസ്. ഇഷ്യൂ ഓഫ് നോട്ടീസിന് ശേഷം 30 ദിവസത്തിനുള്ളിലാണ് പേയ്മെൻറ്റ് കൊടുക്കുന്നത് എന്നുണ്ടെങ്കിൽ 25% ഓഫ് ദ ടാക്സ് എമൗണ്ട് ആണ്. ഇനി പേയ്മെൻറ്റ് വിത്തിൻ 30 days ഓഫ് കമ്മ്യൂണിക്കേഷൻ ഓഫ് ഓർഡർ. ഒരു കമ്മ്യൂണിക്കേഷൻ ഓഫ് ഓർഡറിന് ശേഷമുള്ള 30 ദിവസത്തിനുള്ളിലാണ് പെനാൽറ്റി കൊടുക്കുന്നത് എന്നുണ്ടെങ്കിൽ 50% ഓഫ് ടാക്സ് എമൗണ്ട് കൊടുക്കണം. ഇനി മറ്റുള്ള എല്ലാ കേസിലും എത്ര എമൗണ്ട് കൊടുക്കേണ്ടി വരും? 100% ഓഫ് ടാക്സ് എമൗണ്ട് തന്നെ കൊടുക്കേണ്ടതായിട്ട് വരും. അപ്പോൾ ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഫാക്ടറാണ്. അതായത് എത്ര രൂപ വീതമാണ് പെനാൽറ്റി കൊടുക്കേണ്ടത്. ഇഷ്യൂ ഓഫ് നോട്ടീസിന് മുമ്പാണെങ്കിൽ 15%, ഇഷ്യൂ ഓഫ് നോട്ടീസിന് ശേഷം 30 ദിവസത്തിനുള്ളിൽ പേയ്മെൻറ്റ് നടത്തുകയാണെങ്കിൽ 25% ഓഫ് ദ ടാക്സ് എമൗണ്ട് ആണ്. ഇനി ഒരു കമ്മ്യൂണിക്കേഷൻ ഒരു ഓർഡർ കൊടുത്ത് അതൊരു കമ്മ്യൂണിക്കേറ്റ് ചെയ്തതിന് ശേഷം 30 ദിവസത്തിനുള്ളിൽ പേയ്മെൻറ്റ് കൊടുക്കുകയാണെങ്കിൽ എത്ര ശതമാനം ടാക്സ് കൊടുക്കണം? 50% ടാക്സ് കൊടുക്കണം. മറ്റെല്ലാ കേസിലും ടാക്സ് എമൗണ്ട് എത്രയാണ് വരുന്നത്? 100% തന്നെ പെനാൽറ്റി കൊടുക്കേണ്ടതായിട്ട് വരും.
If tax, interest and penalty are paid, it is provided that further proceedings should not be continued to that extent. മറ്റുള്ള പ്രൊസീഡിങ്സ്, അതിന് ശേഷമുള്ള പ്രൊസീഡിങ്സ് ചെയ്യാനായിട്ട് സാധിക്കില്ല. അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ ക്ലാസ്സിൽ ഞാൻ ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. ചെറിയൊരു ടോപ്പിക്ക് മാത്രമേ ഡിസ്കസ് ചെയ്തിട്ടുള്ളൂ. സെക്ഷൻ 35, സെക്ഷൻ 73, 74 റിലേറ്റഡ് ടു ദ ഡിമാൻഡ് ആൻഡ് റിക്കവറി ഓഫ് ടാക്സ്, ഇൻട്രസ്റ്റ്, പെനാൽറ്റി. ഓക്കെ, അപ്പോൾ എല്ലാ സ്റ്റുഡൻസിനും ക്ലിയർ ആയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഒറ്റ തവണ കേട്ടതുകൊണ്ട് മാത്രം ഈ പറയുന്ന ഫാക്ടേഴ്സ് നിങ്ങൾക്ക് മനസ്സിലാവില്ല. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് എന്താണ്? ഈ കേട്ടതിന് ശേഷം ഉടനടി ടെക്സ്റ്റിൽ പറയുന്ന ആ തിയറി ഭാഗം 2-3 പേജാണ് ഒരു ദിവസം എടുക്കുന്നത്. അത് നന്നായി വായിക്കുകയും മനസ്സിലാക്കുകയും, എന്നിട്ട് നിങ്ങൾക്ക് മനസ്സിലാകുന്നില്ലെങ്കിൽ ഏതെങ്കിലും ഡൗട്ടുള്ള മെറ്റീരിയൽ ഫാക്ടർ ഉണ്ട് എന്നുണ്ടെങ്കിൽ അത് ചോദിക്കാനും മനസ്സിലാക്കാനും തയ്യാറാവും. ഓക്കെ, താങ്ക് യു വെരി മച്ച്. Have a nice day.